ഇന്ന് വളരെ ഈസി ആയിട്ട് റെഡിയാക്കാവുന്ന ഒരു ദാൽ കറി റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് വേഗം ഉണ്ടാക്കി തുടങ്ങാം. ഈ ദാൽ കറിക്ക് വേണ്ടി 1 കപ്പ് ചെറുപയർ പരിപ്പാണ് എടുത്തിരിക്കുന്നത്. ഇത് നന്നായി വാഷ് ചെയ്ത ശേഷം കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂണോളം ഉപ്പും കൂടി ചേർക്കാം. എന്നിട്ട് പരിപ്പ് വേവിക്കാൻ ആവശ്യമായ വെള്ളം ചേർക്കാം. ഞാനിപ്പം 1 കപ്പ് വെള്ളമാണ് ചേർത്തിരിക്കുന്നത്. 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ കൂടി ഇതിലേക്ക് ഒഴിച്ച് കുക്കർ ക്ലോസ് ചെയ്യാം. ലോ ടു മീഡിയം ഫ്ലെയിമിൽ 3 വിസിൽ വരുന്നത് വരെയാണ് വെക്കുന്നത്. ഞാനിപ്പം ഈ ദാൽ കറി സെർവ് ചെയ്യുന്നത് ജീര റൈസിൻ്റെ കൂടെയാണ്. അപ്പോൾ മറ്റൊരു സ്റ്റവിൽ ഞാൻ ജീരക റൈസും കൂടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുക്കറിൽ എയർ എല്ലാം നന്നായി പോയതിന് ശേഷം ഓപ്പൺ ചെയ്യാം. പരിപ്പ് ഇപ്പം നന്നായിട്ട് വെന്തിട്ടുണ്ട്, നല്ല തിക്കായിട്ടുണ്ട്. ഈ കറി കുറച്ചും കൂടി ഗ്രേവി ആയിട്ടാണ് വേണ്ടതെങ്കിൽ ഇതിലേക്ക് കുറച്ചും കൂടി വെള്ളം ചേർത്തിളക്കാം. ഒത്തിരി വെള്ളം ഇപ്പം തന്നെ ചേർക്കണ്ട, ഇനിയും കറിക്ക് കുറച്ച് പ്രിപ്പറേഷൻസ് കൂടിയുണ്ട്. ആ സമയത്ത് എത്ര ഗ്രേവി വേണോ അതിനനുസരിച്ച് വെള്ളം വീണ്ടും ചേർത്ത് കൊടുത്താൽ മതി. ഇനി മറ്റൊരു പാൻ ചൂടാക്കാൻ വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ചേർക്കാം. ജീരകം ഈ എണ്ണയിൽ കിടന്ന് നന്നായിട്ട് പൊട്ടിക്കഴിഞ്ഞാൽ ചെറിയൊരു കഷ്ണം കറാം പട്ടയും 1 വറ്റൽ മുളക് കഷ്ണങ്ങളാക്കിയതും കൂടി ചേർത്തിളക്കാം. ഇതെല്ലാം ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂണോളം ചെറുതാക്കി അരിഞ്ഞ വെളുത്തുള്ളിയും 1/4 ടീസ്പൂണോളം ചെറുതാക്കി അരിഞ്ഞ ഇഞ്ചിയും കൂടി ചേർക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ ആ ഒരു പച്ച ചുവയൊക്കെ ഒന്ന് മാറി കിട്ടിയാൽ മതി. ഒത്തിരി അങ്ങ് ബ്രൗൺ ആക്കണ്ട. ഒരു മീഡിയം സൈസ് സവാള ചെറുതാക്കി അരിഞ്ഞതും കൂടി ചേർക്കാം. രണ്ട് പച്ചമുളക് ചേർത്തിട്ടുണ്ട്. എരിവിനനുസരിച്ച് പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടാം. കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തു. ഇനി 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്തു. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും ഇതിലേക്ക് ആവശ്യമായ ഉപ്പും കൂടി ചേർക്കാം. പൊടികൾ നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം. എന്നിട്ട് നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന പരിപ്പ് ചേർത്ത് കൊടുക്കാം. നേരത്തെ പരിപ്പ് വേവിച്ച ആ കുക്കറിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് അതും കൂടി ഇതിലേക്ക് ഒഴിക്കാം. കുറച്ചൊന്ന് തിക്കായിട്ടുള്ളൊരു ഗ്രേവിയാണ് ഞാനിപ്പോൾ റെഡിയാക്കുന്നത്. ഈ കറിയുടെ ഗ്രേവിക്ക് ആവശ്യമായ വെള്ളം എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് വെള്ളം കൂടുതൽ ഒഴിച്ചു കൊടുക്കാം. മീഡിയം സൈസിലുള്ള നല്ല പഴുത്ത തക്കാളി ഇതിലേക്ക് ഇങ്ങനെ ചെറുതാക്കി കട്ട് ചെയ്ത് ചേർക്കാം. കുറച്ച് നല്ല ഫ്രഷ് മല്ലിയില ചേർത്തിളക്കാം. ഞാനിപ്പം ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർക്കുകയാണ്. ഇനി മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്താൽ കറി റെഡി. ഞാനിപ്പം 2 ടേബിൾ സ്പൂണോളം വെള്ളം കൂടി ഇതിലേക്ക് ഒഴിക്കുന്നു. കാരണം കറി തിളച്ച് വരുമ്പം കുറച്ചും കൂടി തിക്കാവും, അതുകൊണ്ടാണിപ്പം വെള്ളം ചേർത്തത്. ഉപ്പിൻ്റെ അളവൊക്കെ ആവശ്യമാണെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാം. കുറച്ച് നല്ല ഫ്രഷ് ആയിട്ടുള്ള ഉലുവയുടെ ഇലയും കൂടി ചേർക്കുകയാണ്. ഫ്രഷ് ആയിട്ടുള്ള ഉലുവയില കിട്ടിയിട്ടില്ലെങ്കിൽ ഡ്രൈ ആയിട്ടുള്ള മേത്തി ലീഫ് വാങ്ങിക്കാൻ കിട്ടുമല്ലോ, അത് ചേർത്ത് കൊടുത്താലും മതി. ഇതെല്ലാം ചേർത്ത് കഴിഞ്ഞാൽ ഒത്തിരി നേരം തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ഞാൻ ഈ തിക്നെസ്സിലാണ് ഈ കറി ഓഫ് ചെയ്യുന്നത്. ഒന്ന് നന്നായി തിള വന്നു കഴിഞ്ഞാൽ ഫ്ലെയിം സ്വിച്ച് ഓഫ് ചെയ്യാം. അവസാനമായി ഫ്ലെയിം സ്വിച്ച് ഓഫ് ചെയ്ത ശേഷം 1/4 ടീസ്പൂൺ ഒറിഗാനോ കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കാം. ഇപ്പം നമ്മുടെ കറി റെഡിയാണ്. ഇനി സെർവ് ചെയ്യാം. നമുക്ക് റൈസിൻ്റെ കൂടെ മാത്രമല്ല ചപ്പാത്തിയുടെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ് ഈ കറി.